കൊന്ന കുറ്റത്തിന് പോലീസുകാർ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴും അടുത്തത് തുടങ്ങി വെച്ചിരിക്കുക. കിട്ടിയോ അമ്മാവ? ഞാൻ എന്താ ആന്റി, അത് അത് ഞാൻ വച്ചെടുത്ത് കാണുന്നില്ല. എന്താ ഹരി പറയുന്നത്? ആകെയുള്ളൊരു പിടിവള്ളിയാ. ഞാനത് ഇന്നലെയും കൂടി കണ്ടതാ. ആരെങ്കിലും വന്ന് അത് അവിടെ നിന്ന് എടുക്കാതെ അത് അവിടെ നിന്ന് പോവില്ല. വീണേ, എന്താ? നീങ്ങി വന്നേ. നീ എന്റെ മുറിയിലെ ഷെൽഫിൽ നിന്ന് എന്തെങ്കിലും എടുത്തിരുന്നോ? എനിക്കെന്താ നിങ്ങളുടെ ഷെൽഫ് നോക്കേണ്ട കാര്യം? എടി പെണ്ണെ, എവിടെയോ ഒളിഞ്ഞു നോക്കാനും തുളച്ചു കയറാനൊക്കെ നിനക്ക് നല്ല മിടുക്കാണല്ലോ. എഴുത്തിട്ടുണ്ടെങ്കിൽ അത് നീ ഇങ്ങോട്ട് കൊടുത്തേ. ഞാൻ ആ മുറി കേറിയിട്ടില്ല. അല്ല, എന്താ മുറിന്ന് കാണാതായത്? അല്ല, കാണാതായത് എന്താ പുറത്തു പറയാൻ പറ്റാത്ത വല്ല കാര്യമാണോ? പറയാം. ജീവൻ ഒപ്പിട്ട ഡിവോഴ്സ് പേപ്പറാ കാണാതായത്. ഞാനത് അവിടെ വെച്ചിരുന്നതാ. അതുകൊണ്ടാ നിന്നോട് തന്നെ ചോദിക്കുന്നത്. ഡിവോഴ്സ് ജീവനും നിത്യം തമ്മിലല്ലേ? അതിന്റെ ആവശ്യക്കാരും നിങ്ങളും. എന്നിട്ട് പിന്നെ പേപ്പേഴ്സ് എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം? വീണേ, നീ അത് എടുത്തിട്ടുണ്ടെങ്കിൽ തിരിച്ചതാ. എന്റെ മോളുടെ ജീവിതത്തിന്റെ കാര്യമാണ്. നിങ്ങൾ കുറെ കാലമായല്ലോ ഒരു മകളുടെ ജീവിതം കൈ പിടിച്ചോണ്ട് ബാക്കിയുള്ളവരുടെ നേരെ കുതിര കയറുന്നു. ഇതിന് മാത്രം അവൾക്ക് എന്താ ഇത്ര പ്രത്യേകത? നിത്യമോളുടെ പ്രത്യേകത പറഞ്ഞാലേ നിനക്കൊന്നും മനസ്സിലാകുകയല്ല. കാരണവേ, നിന്നെ പോലെ എല്ലാം തികഞ്ഞവർക്ക് അത്തരം പെൺകുട്ടികളെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. നോക്ക്, ഇവരുടെ കുടുംബത്തിലൊരു അത്യാഹിതം നടന്നിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കണ്ട. നിങ്ങൾ ഈ പുകഴ്ത്തി പറയുന്ന നിത്യയുണ്ടല്ലോ, 8 വർഷമായിട്ട് ഹരിയെ കല്യാണം കഴിച്ചതാണെന്നും പറഞ്ഞ് ജീവനെ വിശ്വസിപ്പിച്ചവളാ. അതെന്നെയും കൂടി വിശ്വസിപ്പിക്കാൻ വേണ്ടി ഹരിയുടെ മുറിയിൽ കിടന്നുറങ്ങിയവളല്ലേ? അപ്പൊ പ്രത്യേകിച്ച് ആരും ഒരു പുണ്യം പറയണ്ട. ശൗര്യം കാണിക്കലൊക്കെ ഇവരുടെ മുമ്പിൽ മതി. അപ്പൊ ഇവർക്ക് തോന്നും ഹരി നല്ലവനാണല്ലോ, നിത്യമോളെ അങ്ങ് സംരക്ഷിച്ചോളൂന്ന്. എനിക്ക് ഈ വേഷം കെട്ടലൊക്കെ കണ്ടാ മനസ്സിലാവും. എനിക്ക് ആ ഡിവോഴ്സ് പേപ്പറിന്റെ കാര്യം അറിയില്ല. ഞാൻ അതിൽ തൊട്ടിട്ടില്ല. ഇനി അതിനു വേണ്ടി ബഹളം വെക്കാൻ ആരും എന്റെ അടുത്തേക്ക് വരണ്ട. സോറി ആന്റി. സാരമില്ല മോനെ, ഇത്രയൊക്കെ താങ്ങാൻ പറ്റുമെങ്കിൽ ഇതുകൂടി താങ്ങാൻ പറ്റും. ശരി. എല്ലാവരും ചേർന്ന് നമ്മളെ പറ്റിക്കായിരുന്നു. ഞാൻ ഇത് വളരെ മുമ്പേ പറഞ്ഞതല്ലേ. അന്നൊന്നും എന്റെ വാക്കുകൾ കേൾക്കാൻ തോന്നിയില്ലല്ലോ.
വീണേ, എല്ലാത്തിനെയും ഒറ്റയടിക്ക് കൊന്നു തീർക്കാനുള്ള ദേഷ്യമുണ്ട് എനിക്ക്. എന്നാ പിന്നെ ചെയ്യാത്തത് എന്താ? ഓ, പെങ്ങളുടെ കല്യാണം അലങ്കോലാകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും അല്ലേ? അവളുടെ കല്യാണം നടക്കണോ വേണ്ടയോന്ന് ഞാൻ തീരുമാനിച്ചോളാം. ഇപ്പോ എനിക്ക് നിന്റെ ഒരു സഹായം ആവശ്യമുണ്ട്. എന്റെയോ? അതെ, അമ്മ ഒരു നാടകം കളിച്ചിട്ടാ നിത്യയെ ഡിവോഴ്സ് ചെയ്യാനുള്ള ഒരു പേപ്പറിൽ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിച്ചത്. ആ പേപ്പർ ഇപ്പൊ ഹരിയുടെ കയ്യിലുള്ളത്. അതെനിക്ക് വേണം. അതിപ്പോ എങ്ങനെ കിട്ടാനാ? അതെങ്ങനെയെങ്കിലും കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ അവനത് നിത്യയെ കൊണ്ട് ഒപ്പിടിപ്പിച്ച് അവർ തമ്മിലങ്ങ് മുന്നോട്ട് പോകും. അതൊരിക്കലും നടക്കാൻ പാടില്ല. അത് കിട്ടിയേ പറ്റൂ. അല്ലെങ്കിൽ അത് നാളെ എനിക്കെതിരെയുള്ള ഒരു തെളിവാകും. വീണേ, എനിക്കത് കിട്ടിയേ പറ്റൂ. ഹരിയേട്ടൻ സാധനങ്ങളൊക്കെ വെക്കുന്നത് ഷെൽഫിലാ. ആ മുറിയിൽ തന്നെ അയാൾ കിടന്നുറങ്ങുന്നത്. മുറി കാണിച്ചു തന്നാൽ മതി, ഞാനെടുത്തോളാം. ഉണർന്നാലോ? അതൊക്കെ നോക്കാം നമുക്ക്. എങ്കി വാ.
അവസാന മാർഗം അടച്ചു. ഇനിയുള്ള കളികൾ എനിക്ക് വിട്ടേക്ക്. ഓടി നടക്കട്ടെ എല്ലാരും കൂടെ. ഈ അവസ്ഥയില് അവൻ ജാമ്യത്തിൽ നിന്നും പുറത്തു വരിക കൂടി വേണം. ഒരുപാട് പേര് ജീവനില്ലാതെ കിടക്കുന്നതൊന്ന് കാണണം. എഴുന്നേക്കടാ. നിന്നോടല്ലേ എഴുന്നേക്കാൻ പറഞ്ഞോ? സാറേ, നേരത്തെ കാണിച്ച കണക്ക് ഇവന്റെ അടവായിരിക്കൂ. എഴുന്നേക്കടാ, എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കേ. അമ്മേ, അമ്മേ. നിന്റെ പുതിയ അടവൊന്നും എടുക്കാൻ നിൽക്കണ്ട. മര്യാദക്ക് എഴുന്നേക്കടാ. എടാ എടാ എഴുന്നേക്ക്. അമ്മേ, അയ്യോ. താനോടെ നിൽക്കുക, ഞാനിപ്പോൾ വരാം. ശരി സാർ. സാർ. എന്താടോ? സാറേ, ഭക്ഷണം കൊണ്ട് ചെന്നിട്ടും അവൻ എഴുന്നേക്കുന്നില്ല. ബലമായിട്ട് പിടിച്ച് എഴുന്നേൽപ്പിച്ച് നോക്കിയില്ലേ? ഇല്ല സാർ, തളർന്നു തന്നെ കിടക്കുക. അമ്മയെന്ന് വിളിച്ച് കരയുന്നുമുണ്ട്. താൻ വാ. സാർ. ജീവൻ, 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 എഴുന്നേൽക്കാൻ. ജീവനായതുകൊണ്ടൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. സാറേ, എന്തെങ്കിലും പറ്റിപ്പോയാൽ നമ്മളല്ലേ തുടങ്ങുന്നേ? ആ, താനൊരു കാര്യം ചെയ്യും, അവൻ്റെ അച്ഛനും അമ്മയും വിളിച്ചിങ്ങോട്ട് വരാൻ പറ. ശരി സാർ. ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണ്ട, അന്വേഷണത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞാൽ മതി. ശരി സാർ. സാറേ, ഇനി ഇവനെ വല്ല ആശുപത്രിയിലും കെട്ടിയെടുക്കേണ്ടി വരുമോ? നോക്കാം, ആദ്യം അവർ വരട്ടെ. ശരി സാറേ. അമ്മേ, എനിക്ക് വയ്യ. അമ്മേ. ഹലോ, ജീവന്റെ അച്ഛനല്ലേ? അതെ. ഞാൻ സ്റ്റേഷനിൽ നിന്ന് വിളിക്കുവോ? പോലീസ് സ്റ്റേഷനിൽ നിന്നോ? അതെ. എന്താ സാർ? നിങ്ങൾ നിങ്ങളുടെ ഭാര്യ സ്റ്റേഷനിൽ നിന്ന് പറഞ്ഞല്ലോ. എന്താ കാര്യം സാർ? നിങ്ങളുടെ മകനെയാണല്ലോ അന്ന് അമ്പലത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തത്. അതുമായി ബന്ധപ്പെട്ട് SI സാറിന് എന്തോ ചോദിക്കാൻ വേണ്ടിയോ? ശരി സാർ, നാളെ രാവിലെ ഞങ്ങൾ... രാവിലെ അല്ല, ഇപ്പോൾ തന്നെ വരണം. വൈകണ്ട, വേഗം വരണം.
ആരെ രഘുവേട്ട? പോലീസ് സ്റ്റേഷനിൽ നിന്നാ. നമ്മൾ രണ്ടുപേരും ഇപ്പം അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. എന്തിനാ? അവന്റെ മുൻപിലേക്ക് ഇനി പോവാൻ വയ്യ. சார் அவருக்கும் இந்த ஃபேமிலிக்கும் இனி ஒரு ரிலேஷன் சொல்லுங்க சார். പിന്നെ എതുക്ക് സാർ നാമ അങ്ങ് പോകണം? അങ്ങനെ പറഞ്ഞതുകൊണ്ട് പ്രയോജനമുണ്ടോ ശരവണ? കസ്റ്റഡിയിലിരിക്കുന്ന പ്രതികളെ പലപ്പോഴും വീട്ടുകാരെ തള്ളി പറഞ്ഞ് സംസാരിക്കാറില്ലേ? അതുകൊണ്ട് ബന്ധമില്ലാതാകുമോ? അച്ഛാ, അങ്ങനെയാണെങ്കിൽ അച്ഛൻ മാത്രം പോയാൽ മതി. അമ്മ ജീവന്റെ മുന്നിൽ എത്തിയാൽ അത് പ്രശ്നമാവും. ഇതെന്തോറ്റി? എന്തിനാ വീണ്ടും കരയുന്നേ? അമ്മ വല്ലതും വീണ്ടും പറഞ്ഞോ? ഇല്ല മനു, മനു, ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോട്ടെ. തിരിച്ചു പോകാനോ? താൻ എന്തൊക്കെയാ പറയുന്നേ? അതല്ലേ നല്ലത്. ഒരു സബ് കളക്ടറുടെ പൊസിഷൻ എന്താ? ഇവിടെ എന്റെ മുന്നിൽ ഇതൊന്നും പ്രശ്നമല്ലെന്ന് മനുവിന് പറയാൻ എളുപ്പമായിരിക്കും. നാളെ പത്രക്കാരെങ്കിലും മനുവിന്റെ മുന്നിൽ വന്ന് ചോദ്യം ചോദിച്ച മനു എന്ത് ചെയ്യും? മനുവിന്റെ സീനിയർ ഓഫീസർമാരിൽ നിന്നും അത്തരം ചോദ്യം വന്ന മനു കുഴഞ്ഞു പോവില്ലേ? അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ വലിയ കുഴപ്പമാണോ? ഓൺലൈൻ മീഡിയാസ് കുറെ പേരെന്നെ വിളിച്ചിരുന്നു. അവർക്ക് എന്റെ പ്രതികരണം അറിയണം. ഭാര്യ സഹോദരനെ രക്ഷിക്കാൻ ഞാൻ ഇടപെടുന്നുണ്ടോന്നറിയണം. അതിനുവേണ്ടി നിയമങ്ങളിൽ വെള്ളം ചേർക്കുന്നുണ്ടോന്നറിയണം. ഞാൻ അതിനുള്ള മറുപടി ഒന്നും പറഞ്ഞില്ല. മറുപടി പറയാൻ എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ടല്ല, അവർ മറുപടി അർഹിക്കാത്തതുകൊണ്ടാ. മനു, മനു ആളുകളുടെ ഇടയിലല്ലേ പ്രവർത്തിക്കുന്നത്? നാളൊരു വിഷയം പരിഹരിക്കാൻ പോകുമ്പോ അവിടെയുള്ള ആൾക്കാരെ ചോദ്യം ചോദിച്ച അവിടെയുള്ളൊരു മനുവിന് നേരെ തിരിഞ്ഞാലോ? നാളെക്കുറിച്ച് എനിക്ക് വലിയ പേടിയൊന്നുമില്ലടോ. അങ്ങനെ പേടിച്ച് ജീവിക്കാൻ പറ്റില്ലല്ലോ. ജ്യോതി, ആദ്യം ഈ തോന്നലുകൾ മനസ്സിൽ നിന്നെടുത്ത് കളയി. ജീവേട്ടൻ ചെയ്യുന്ന തെറ്റുകൾക്ക് നിങ്ങളുടെ കുടുംബത്തിൽ ആരും ഉത്തരവാദികളല്ല. പണ്ടേ ആ മനുഷ്യന്റെ ലോകം ഏറെ. നിങ്ങളിൽ നിന്നൊക്കെ മാറിയൊരു ലോകം. അവിടെ
അയാൾ അവിടുത്തെ രാജാവും മന്ത്രിയും സേനാനായകനും ഒക്കെയാ. അയാൾ ശിക്ഷ വിധിക്കും, അയാൾ തന്നെ കൊടുക്കാനിറങ്ങും.